ഗുഡ് മോർണിംഗ്. ഈ കൈവെള്ളയ്ക്കുള്ളിൽ ഇപ്പോൾ നിങ്ങൾ 2 റോസസ് കാണുന്നുണ്ടല്ലേ? ഇതിൽ ആരാണ് സെന്റിഫോലിയ, ആരാണ് ഡമാസീന? ഇന്നത്തെ വീഡിയോ വൺ ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് ശില്പ എസിന്റെ ആവശ്യപ്രകാരമാണ്. ശില്പ എൻ്റെ അടുത്ത് പനിനീർ റോസിനെ കുറിച്ചാണ് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 റോസിനെയും എടുത്ത് ഞാൻ കാണിച്ച് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫ്രേഗ്രൻസ് റോസസ് ആയ റോസ സെന്റിഫോലിയയും റോസ ഡമാസീനയും കുറിച്ചാണ് കേട്ടോ. പലരും ഈ രണ്ടിനെയും ഒരേ റോസ് എന്നാണ് കേട്ടോ കരുതുന്നത്. പക്ഷേ ഇവിടെ ഹിസ്റ്ററി, ഒറിജിൻ, ഫ്രേഗ്രൻസ്, അപ്പിയറൻസ്, യൂസസ് എല്ലാം വ്യത്യസ്തമാണ്. ആദ്യം റോസ സെന്റിഫോലിയ അല്ലെങ്കിൽ ക്യാബേജ് റോസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സെന്റിഫോലിയ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ 100 പെറ്റൽസ് എന്നാണ് കേട്ടോ. യഥാർത്ഥത്തിൽ 100 പെറ്റൽസ് ഇല്ലെങ്കിലും അത്രയും നിറഞ്ഞതും ഫ്ലഫിയുമായ ബ്ലൂംസ് ആയതിനാലാണ് ഈ പേര് ലഭിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ നെതർലൻഡ്സിലെ ഡച്ച് റോസ് ബ്രീഡേഴ്സ് തിരഞ്ഞെടുത്തും വികസിപ്പിച്ചും ലോകപ്രശസ്തമാക്കിയ ഈ റോസിന്റെ ഫ്രേഗ്രൻസ് വളരെ സോഫ്റ്റ്, സ്വീറ്റ്, ഹണി ലൈക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലക്ഷറി പെർഫ്യൂംസ്, റോസ് ആബ്സല്യൂട്ട്, ഹൈ എൻഡ് കോസ്മെറ്റിക്സ് എന്നിവയിൽ സെന്റിഫോലിയയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫ്രാൻസിലെ ഗ്രാസ് അല്ലെങ്കിൽ ലോകത്തിന്റെ പെർഫ്യൂം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഇന്നും സെന്റിഫോലിയ അതീവ വിലമതിക്കപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് റോസ ഡമാസീന അല്ലെങ്കിൽ പനിനീർ റോസ് എന്ന് പൊതുവെ തെറ്റിദ്ധരിച്ച് വിളിക്കുന്ന ഡമാസ്കസ് റോസിനെ കുറിച്ച് നോക്കാവേ. ഇതിന്റെ ഉത്ഭവം മിഡിൽ ഈസ്റ്റിലാണ് കേട്ടോ. പ്രത്യേകിച്ച് സിറിയയിലെ ഡമാസ്കസ് നഗരവുമായി ഇതിന്റെ ചരിത്രപരമായ ബന്ധമുണ്ട്. പിന്നീട് ക്രുസാഡേഴ്സ് ഈ റോസ് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതായാണ് ചരിത്രം പറയുന്നത്. ഡമാസ്കസ് റോസിന്റെ ഫ്രേഗ്രൻസ് സെന്റിഫോലിയേക്കാൾ സ്ട്രോങ്, റിച്ച്, സ്പൈസി, ഫ്രൂട്ടി, ഡീപ് ഫ്ലോറൽ നോട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള റോസ് എസൻഷ്യൽ ഓയിൽ പ്രധാനമായും ഈ റോസിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. 1 കിലോ പ്യൂർ റോസ് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 3 മുതൽ 5 ടൺ വരെ റോസ് പെറ്റൽസ് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനെ ലിക്വിഡ് ഗോൾഡ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാവേ. കേരളത്തിൽ നമ്മൾ സാധാരണമായി പനിനീർ റോസ് എന്ന് വിളിക്കുന്ന റോസ് യഥാർത്ഥ ബൊട്ടാനിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം മിക്ക സാഹചര്യങ്ങളിലും റോസ ഡമാസീന അല്ലെങ്കിൽ ഡമാസ്കസ് റോസ് ആണ് കേട്ടോ. പലരും അത് റോസ സെന്റിഫോലിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പനിനീർ എന്ന പേര് ലഭിച്ചത് അതിന്റെ അതിശക്തമായ സുഗന്ധവും നൂറ്റാണ്ടുകളായി റോസ് വാട്ടർ അഥവാ പനിനീർ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ പനിനീർ റോസ് എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി അത് ഡമാസ്കസ് റോസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാവേ. സെന്റിഫോലിയയ്ക്ക് കൂടുതൽ പെറ്റൽസും വലുത് റൗണ്ടഡുമായ ബ്ലൂംസും വളരെ സോഫ്റ്റും റൊമാൻറ്റിക്കുമായ ഫ്രേഗ്രൻസ് ആണെങ്കിൽ ഡമാസ്കസിന് പെറ്റൽസ് താരതമ്യേന കുറവാണ്. ഫ്രേഗ്രൻസ് കൂടുതൽ ശക്തവും ദൂരത്തേക്ക് പരക്കുന്നതുമാണ് കേട്ടോ. സെന്റിഫോലിയ കൂടുതലായി ലക്ഷറി കോസ്മെറ്റിക്സിലും അതുപോലെ തന്നെ റോസ് വാട്ടറിലും ഉപയോഗിക്കുമ്പോൾ ഡമാസ്കസ് പെർഫ്യൂംസ്, റോസ് ഓയിൽ, ഹെർബൽ മെഡിസിൻ, അരോമതെറപ്പി, ജാംസ്, ടീസ്, ഡിസേർട്സ് എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. സോ സെന്റിഫോലിയ ഇസ് ദ ക്വീൻ ഓഫ് സോഫ്റ്റ് എലഗൻസ് വൈൽ ഡമാസ്കസ് ഇസ് ദ കിങ് ഓഫ് പവർഫുൾ ഫ്രേഗ്രൻസ്. ഇവ രണ്ടും ലോകത്തിലെ പെർഫ്യൂം ഇൻഡസ്ട്രിയുടെ അമൂല്യ നിധികളാണ് കേട്ടോ. ഇതുപോലുള്ള അപൂർവ റോസ് സ്റ്റോറീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഓരോ റോസിനും പറയാനുണ്ട് ഒരു അത്ഭുത ചരിത്രവും ഒരു മനോഹര സുഗന്ധത്തിന്റെ കഥയും.